എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല, ഒരു രാജ്യത്തുമില്ല. ഇനി അമേരിക്കയിലാണെങ്കിലും യൂറോപ്പ് ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ആദ്യത്തെ 6 മാസം ബ്രസ്റ്റ് മിൽക്ക് മാത്രം. ആ സമയത്ത് അമ്മ നല്ല ഭക്ഷണം കഴിക്കണം. അത് എവിടെയാണെങ്കിലും 6 മാസത്തിൽ സെമി സോളിഡ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കും. സെമി സോളിഡ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്ന ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് നിങ്ങൾ പറയുക. ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു പാലം കടന്നിട്ട് സോളിഡ് ഫുഡ് കഴിക്കുന്നതിൻ്റെ മുമ്പേ ഒരു ചെറിയൊരു ബ്രിഡ്ജാണ് 6 മാസം കഴിഞ്ഞ ഉടനെ. കുറച്ച് ആഴ്ചകൾ ആണ് സെമി സോളിഡ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക. സെമി സോളിഡ് എന്ന് പറഞ്ഞാൽ സ്പൂണിൽ നിന്ന് ഒഴിഞ്ഞു പോയത്, അങ്ങനെ ഒഴിഞ്ഞു പോകാത്ത തരത്തിലുള്ള ഫുഡ് സ്പൂണോട് കൊടുക്കുന്നതാണ്. അത് കുറച്ച് ദിവസങ്ങളോ കുറച്ച് ആഴ്ചകളോ മാത്രം നിൽക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൽ സംഭവിക്കുന്നത് ഈ സ്റ്റേജ് അങ്ങനെ അനന്തമായിട്ട് പോവുകയാണ്. അനന്തമായി കുട്ടികൾക്ക് കട്ടിയുള്ള ഭക്ഷണം കൊടുക്കാനുള്ള ഭയം, ദഹിക്കുമോ എന്നുള്ള ഭയം, കഫക്കെട്ട് വരുമോ എന്നുള്ള ഭയം, പിന്നെ ആരും കൊടുക്കാത്തത് നമ്മൾ കൊടുക്കുന്നതായിട്ട് ആരും അതൊന്നും ചിന്തിക്കില്ല. ഇതുവരെ ആരും കൊടുക്കാത്ത കാര്യങ്ങൾ നമ്മളെ കുട്ടിക്ക് കൊടുക്കാനുള്ള പ്രശ്നം, പിന്നെ ചിലർക്ക് പഴനിക്ക് പോകാനുള്ള ഇതുണ്ടാകും. അത് വലിയൊരു പ്രശ്നമാണ്. പഴനിക്ക് പോകുന്നത് പോയിട്ട് കൊടുക്കും, പക്ഷെ പഴനിക്ക് പോകാൻ പല പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നീണ്ടു പോകും. ഏതാ പക്ഷെ നമ്മൾ വേറെ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ എവിടെയെങ്കിലും നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ, ഒറിജിനൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയും, അത് ഇന്ത്യ മൊത്തം നോക്കുകയാണെങ്കിൽ ഒന്നും കാണുന്നില്ല. എൻ്റെ ഒരു സംശയം, ഞാൻ വിശദമായിട്ട് പോകുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ നോൺ വെജിറ്റേറിയൻ ഫുഡിൽ കൂടിയാണ് പ്രധാനമായിട്ടും ഈ പ്രായത്തിൽ കുട്ടികൾ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള പോഷകങ്ങൾ കിട്ടുക. നോൺ വെജിറ്റേറിയൻ ഫുഡ് അതിലുള്ള B12 ആയിക്കോട്ടെ, ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആയിക്കോട്ടെ, ഇതൊന്നും പ്ലാന്റ് സോഴ്സുകളിലില്ല. കോളിനില്ല. DHA എന്ന് പറയുന്ന സാധനം, അതാണ് ബ്രെയിനിന് ഏറ്റവും ലാവിഷായിട്ട് യൂസ് ചെയ്യുന്നത്. ലൈപ്പിഡ് ഫാറ്റ് ബ്രെയിൻ എവിടെ നോക്കുകയാണ്, ബ്രെയിനിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ, സെൽ മെമ്പറൈനിൻ്റെ കോമ്പസിഷൻ, ഇതിൻ്റെ കോമ്പസിഷൻ നോക്കിയാൽ നമുക്കറിയാം ഏത് ന്യൂട്രിയൻ്റാണ് വേണ്ടത്. അയേൺ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബ്രെയിൻ ഡെവലപ്മെൻറ്റിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് അയേൺ. ഇത് എല്ലാം നമ്മുടെ ഫുഡിൽ, ഈ വെജിറ്റേറിയൻ ഫുഡിൽ കുറവാണ്. ഒരു 3-4 വയസ്സ് വരെയൊക്കെ കുട്ടികളെ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കൊടുത്ത് വളർത്തുന്നത് അതൊരു വളരെ തെറ്റായിട്ടുള്ള ശാസ്ത്രത്തിനോടുള്ള നമ്മളുടെ അവഗണനയാണ്. ഈ ഇത്രയും അറിവുണ്ടായിട്ടും, ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും, ഇത്രയും റെക്കമെൻഡേഷൻസ് ഉണ്ടായിട്ടും നമ്മൾ 6 മാസം തുടങ്ങി കുട്ടികൾക്ക് മീൻ, മുട്ട, ഇറച്ചി ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട പ്രായം 6 മാസമാണ്. മറ്റു രാജ്യങ്ങളിലൊക്കെ സ്ഥിതി അതിൻ്റെ മുമ്പേ തുടങ്ങും. അമേരിക്കയിലൊക്കെ അതിൻ്റെ മുമ്പേ കൊടുക്കുന്നതുകൊണ്ട് അവിടുത്തെ ഗൈഡ് ലൈനൊക്കെ പറയുന്നത് 6 മാസം വരെ വെയിറ്റ് ചെയ്യണമെന്നാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഒരിക്കലും ഇവിടുത്തെ ഒരു കുട്ടീനെ കൊണ്ടുവരുമ്പോൾ 6 മാസമുള്ള കുട്ടീനെ കൊണ്ടുവരുമ്പോൾ ഇറച്ചി കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ അത് പറയാൻ പറ്റിയൊരു സാഹചര്യം അല്ല നമ്മുടെ നാട്ടിലുള്ളത്. അവിടെ ആളുകൾക്കത് ഒന്നാമത്തേത് അതങ്ങനെ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഒരു 6 മാസത്തിൽ ഇറച്ചി കൊടുക്കാനുള്ളത്. അല്ലെങ്കിൽ ആരും കൊടുക്കുന്നത് അവർ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. അത് ഞാൻ പറയാറുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാരും അത് ആ രീതിയിലേക്ക് പറയാൻ തുടങ്ങുമ്പോൾ വേഗത്തിൽ പോകാനാണ്. അധികം കേൾക്കാനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ പലപ്പോഴും വായിക്കാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ ജിങ്ക് കൊടുക്കും. ഇപ്പം അതാണല്ലോ, ജിങ്ക് കൊടുക്കും. നിങ്ങൾ വേറെ ഗൈഡ് ലൈനൊക്കെ നോക്കിക്കോ. പക്ഷെ അതല്ലാതെ അത് ഒരാൾ പറഞ്ഞത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് അങ്ങനെ മാറ്റം വരില്ല. എന്നാലും ഞാൻ എല്ലാവരും മിക്കവാറും അറിയണ്ടാവും. ഞാൻ കാണുന്നവരോടൊക്കെ പറഞ്ഞ് ഞാനൊരു ഭ്രാന്തനെ പോലെ പറയാറുണ്ട്. പക്ഷെ സന്തോഷം തോന്നുന്നു എപ്പോഴും പുറത്തുനിന്നുള്ള ആളുകൾ വരുമ്പോൾ ഞാൻ ചോദിക്കും, പുറത്തുനിന്നുള്ള ആളുകൾ വരുമ്പോൾ എന്താണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ പീഡിയാട്രീഷ്യൻസ് അവർക്ക് പല സെഷനുണ്ട്. അവിടെ ഇരുന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇന്ത്യക്കാരാണെങ്കിൽ അവർ പ്രത്യേകം പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ അവർക്കറിയാം ഇന്ത്യയിലെ കുട്ടികൾ പിന്നെ വളർച്ച ഉണ്ടാവില്ല എന്നുള്ളത് അറിയുന്നതുകൊണ്ട് അവർ ആ ഗൈഡ് ലൈനൊക്കെ പറഞ്ഞ് മനസ്സിലായി. അവിടെയുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം അവർ കണ്ട് വളരുന്നതാണ്. അവിടെ കാണുന്നതായതുകൊണ്ട് അവിടുത്തെ ആളുകൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷെ ഇന്ത്യക്കാർക്ക് അവർ പ്രത്യേകം പറഞ്ഞു കൊടുക്കും. ഇതിൻ്റെ ഓരോ ലിസ്റ്റ് തന്നെ കൊടുക്കും. വേറെ ഒന്നുമില്ല, അവർ കൊടുക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ അവർക്ക് കൊടുക്കരുതാത്ത ഭക്ഷണങ്ങളുണ്ട്, ആ ലിസ്റ്റ് കൊടുക്കും. ചെറിയ കുട്ടികളാണെങ്കിൽ ചായ, കാപ്പി, ജ്യൂസ്, കഞ്ഞി, ഇതിൻ്റെയൊക്കെ ലിസ്റ്റ് ഉണ്ട്. ഇതൊന്നും കുട്ടികൾക്ക് കൊടുക്കുന്നത് അത് കാരണം അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ പഠിച്ചതാണ്. നമ്മളെ കൊടുക്കാതാണ്. നമ്മളിവിടുന്ന് മുറുക്കരിക്കൊക്കെ കൊണ്ടുപോകും അങ്ങോട്ട്.
ഇവിടുന്ന് പോകുന്ന ആളുകൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചിലപ്പോൾ കഞ്ഞി കിട്ടാത്തത് കൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോകും. ഗൾഫിലേക്ക് പോകുന്നവരും അമേരിക്കയിലേക്ക് പോകുന്നവരൊക്കെ ഇവിടുന്ന് ബാഗിൽ കൊണ്ടുപോകും കുറേ നുറുക്കരിയൊക്കെ. പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് തീർന്നു പോകും. അപ്പോഴാണ് കുട്ടികളൊന്നും നന്നാവുക. നമ്മൾ ഇവിടെ ഈ അടുത്ത ദിവസം ഒരു ഒപ്പിൽ വന്നൊരു കുട്ടിയാണ്, ഇവിടെ ടൗണിലുള്ള കുട്ടിയാണ്. ആ കുട്ടി ജനിച്ചത് കോഴിക്കോടാണ്. 1 കിലോ 1,500 കുട്ടി ജനിച്ച സമയത്തുണ്ടായിരുന്നു. 1 വയസ്സായപ്പോൾ കുട്ടിക്ക് 11 കിലോ, അവർ പറഞ്ഞു 11 കിലോ. പക്ഷെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. ഇപ്പം വന്നപ്പോൾ കുട്ടിക്ക് 10 കിലോ. അപ്പം ഞാൻ ഇങ്ങനെ അവരോട് ചോദിച്ചു, അങ്ങനെ ഇത് 10 കിലോ കണ്ടപ്പോൾ തന്നെ വലിയ സന്തോഷം. ഒരു വയസ്സിൽ ഇവിടുത്തെ കുട്ടികൾക്കൊന്നും 10 കിലോ ഉണ്ടാവില്ല, 10 വേണ്ടത്. ഇതൊക്കെ 10 കിലോ. അപ്പം അതിവിടെ വന്നതിന് ശേഷം 1 കിലോ കുറഞ്ഞതാണ്, 11 കിലോ ഉണ്ടായിരുന്നു. ഒരു ന്യൂസിലെ ഇതാണ്. അമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ അവിടെ എന്താ ഭക്ഷണം കൊടുക്കുന്നത്? അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അവിടെ പീഡിയാട്രീഷ്യൻ ഒക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എന്നോട്. അവരുടെ അമ്മയും കൂടെ ഉണ്ട്. അവർക്ക് പീഡിയാട്രീഷ്യൻ പറഞ്ഞതാണ് 6 മാസം തന്നെ ഇറച്ചി കൊടുക്കണം, ഇറച്ചി ഒക്കെ വീഡിയോ ഒക്കെ പറഞ്ഞു കൊടുത്തു. അതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവർക്ക് 11 കിലോ, ഇവിടേക്ക് വരുമ്പോൾ 11 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മ പറയാം, ഞാൻ 1 മാസം ഇവിടെ ഉണ്ട്, ഞാനിപ്പോൾ കുട്ടീനെ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് ഇപ്പോൾ ശരിയാക്കിയിട്ടാണ്. അവിടെ ഇതൊന്നും കിട്ടൂല, കഞ്ഞിയൊന്നും അവിടെ കിട്ടൂല. ഞാനിപ്പോൾ നല്ല കഞ്ഞിയൊക്കെ ഇപ്പം കൊടുക്കുന്നത് 1 മാസമായിട്ട്. അവരോട് ഇപ്പം പോകണ്ട, അങ്ങോട്ട് പോകേണ്ടതാണ്, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി. എന്നാൽ ഇവിടുന്ന് കുറച്ചും കൂടി ഭക്ഷണം കൊടുത്തിട്ട് കുട്ടീനെ ഇവർക്കൊരു സമാധാനമല്ല, മനസ്സിന് സമാധാനം. അവിടെ ഇങ്ങനെ ഈ ഇറച്ചിയൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടിട്ട് ആ അമ്മമ്മയുടെ സ്നേഹം കൊണ്ടാണ് പറഞ്ഞത്, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി, അവിടെ ഇതൊന്നും കിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ്. കുട്ടികളുടെ വെയിറ്റിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ചില കുട്ടികൾ 3 കിലോ ആയിരിക്കും, ചില കുട്ടികൾ കുറച്ച് കുറവായിരിക്കും, ചില കുറച്ച് കൂടുതലായിരിക്കും. 6 ആഴ്ചയ്ക്ക് വാക്സിനേഷൻ വരുമ്പോൾ ചില കുട്ടികൾ നല്ല വെയിറ്റ് ഉണ്ടാവും, ഒരു 5 കിലോ 6 കിലോ ഉണ്ടാവും. ചില കുട്ടികൾ ജനിച്ച ആ വെയിറ്റൊക്കെ തന്നെ കുറച്ച് കൂടിയൊന്നും കൂടും, ഒരു 6 ആഴ്ച ആകുമ്പോഴേക്കും.